Hi, welcome back, and this is part 3 of microorganisms. നമ്മൾ കഴിഞ്ഞ 2 പാർട്സിലായിട്ട് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ വരെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ മോർഫോളജിക്കൽ, കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ബാക്ടീരിയ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലെസൺ. ബാക്ടീരിയയുടെ കാര്യം നമ്മൾ ഇതേവരെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്കറിയാം പ്രോകാരിയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് ആണ്. ആൻഡ് അവർക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാണ് വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള എൻവയൺമെന്റിൽ അല്ലെങ്കിൽ കണ്ടീഷൻസിൽ അതിന് ത്രൈവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതിൻ്റെ മോർഫോളജിക്കൽ ട്രെയ്റ്റ്സ്, അതിൻ്റെ കൾച്ചറൽ ബിഹേവിയേഴ്സ്, അതിൻ്റെ ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് ഇത് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബാക്ടീരിയയുടെ ഐഡന്റിഫിക്കേഷൻ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതേപോലെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ലെസണിലൂടെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് നമുക്ക് ഈ ഒരു 3 ഡയമെൻഷൻസ് ഓഫ് ബാക്ടീരിയൽ ബയോളജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നമുക്ക് നോക്കാം. സോ വി വിൽ ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓൺ their role in the ecosystems, റോൾ ഇൻ മെഡിസിൻ ആൻഡ് റോൾ ഇൻ ഇൻഡസ്ട്രീസ് എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഈ മോർഫോളജി, ബാക്ടീരിയയുടെ മോർഫോളജി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ് ഫ്രം മോർഫോളജി? ഇപ്പം മോർഫോളജി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സൈസിനെ കുറിച്ച് പറയുന്നു, അതിൻ്റെ ഷേപ്പിനെ കുറിച്ച് പറയുന്നു, അതിൻ്റെ അറേഞ്ച്മെന്റിനെ കുറിച്ച് പറയുന്നു, ആൻഡ് അതിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻസിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട് എന്നാണ്. ഓക്കെ, സോ ലെറ്റ് us see എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സൈസ് വരിക എന്നുള്ളത്. അപ്പൊ സൈസിനെ ഇവിടെ നമുക്ക് പറയാം മൈക്രോസ്കോപ്പിക് ആണ്, ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ മൈക്രോമീറ്റേഴ്സ്. മൈക്രോമീറ്റേഴ്സിന്റെ ആ ഒരു സിമ്പിൾ ആണ് നമ്മളിവിടെ ഈ കണ്ടേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ആൽഫബറ്റ് നമ്മുടെ എന്താ പറയണ്ടേ, ഒരു യു പോലെ ഈ ഇരിക്കുന്നതാണ് ശരിക്കും എന്താ പറയേണ്ടത് മൈക്രോ എന്നുള്ള ആ ഒരു മീനിങ് അവിടെ ശരിക്കും കൊണ്ടുവരുന്നത്. ഇപ്പം ഒരു മൈക്രോമീറ്റർ അതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്. ഗ്രീക്ക് ലെറ്റർ മു ആണ് ഈ ഒരു യു എന്ന് പോലെ നമുക്ക് ഇംഗ്ലീഷിൽ തോന്നുന്ന ഈ ഒരു ആൽഫബറ്റ്. അപ്പോൾ 1 millionth of a meter ആണ്, 10⁻⁻⁶ meters. അതാണ് ഒരു മൈക്രോമീറ്റർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് മൈക്രോസ്കോപ്പിക് ആണ് ടിപ്പിക്കലി. അപ്പോൾ ഒരു ആവറേജ് സൈസ് എന്ന് പറയുന്നത് ഇസ് 0.2 to 1.5 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ, അതിൻ്റെ ഡയമീറ്ററിൽ, ആൻഡ് 3 to 5 മൈക്രോമീറ്റർ ആയിരിക്കും അതിൻ്റെ ലെങ്ത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസ് നമുക്കിവിടെ ഈ കാണാം. ഈ ദിസ് വേർഡ് എപ്യുലോപിസം ആൻഡ് ഫിഷൽസനായി. ഇത് ലാർജറാണ്. ഓക്കെ, ആൻഡ് മൈക്കോപ്ലാസ്മ ഈ പറഞ്ഞിരിക്കുന്ന സൈസിനേക്കാളും സ്മോളറാണ്. അപ്പൊ അത് അതിന്റെ എക്സെപ്ഷൻസ്, ആ ഒരു സൈസിൽ എക്സെപ്ഷൻസ് എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഈ നമ്മൾ ഈ കണ്ട എപ്പിലോപിസിയം ഫിഷൽസോണായി അതിന്റെ ഒരു സൈസ് നമുക്ക് നോക്കാനാണെങ്കിൽ ഇറ്റ് ഇസ് 200 to 700 മൈക്രോമീറ്റേഴ്സ് എന്നുള്ളതാണ്. ചിലപ്പം എന്താ പറയേണ്ടത് അത് 1 millimeterനേക്കാളും കൂടുതലാകാനുള്ള ആ ഒരു സാധ്യതയും ഉണ്ട്. അപ്പൊ ദിസ് ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് നോൺ ബാക്ടീരിയ ആൻഡ് ദേ ആർ വിസിബിൾ ടു ദ നേക്കഡ് ഐ എന്നുള്ളതാണ്. 1 millimeter എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലേ. ചില സർജൻ ഫിഷിന്റെ ഗട്ടിൽ ഇത് ഇറ്റ് ലിവ്സ്, അതിന്റെ ഗട്ടിലുള്ള ഒരു ബാക്ടീരിയ എന്നുള്ളത്. ആൻഡ് മൈക്രോപ്ലാസ്മ അഗെയിൻ സ്മോളർ ആണ്. അപ്പൊ സ്മോളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൗ സ്മോൾ 0.1 to 0.2 micrometer in diameter. And എന്താ പറയണ്ടേ, വേണമെങ്കിൽ നമുക്ക് പറയാം ദിസ് ഇസ് amongst the smallest free living organisms എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത് അതിന് സെൽ വാൾ ഇല്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഈ ഒരു സ്മോൾ സൈസും ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ വരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് അതിൻ്റെ ഷേപ്പിന്റെ കാര്യം. സി കോക്കായ്, ദിസ് ഇസ് സ്പെറിക്കൽ. ആൻഡ് ദെൻ ബാസിലായി, അതൊരു റോഡ് ഷേപ്ഡ് ആണ്. ആൻഡ് വൈബ്രോസ്, അത് ഒരു കോമ ഷേപ്പിനാണ് അത് പറയുന്നത് വൈബ്രോസ് എന്ന്. ദെൻ സ്പിറില്ല ഒരു റിജിഡ് സ്പൈറൽ ഫോം, സ്പൈറൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് പോകുന്നു. അത് റിജിഡ്, ഒട്ടും ഫ്ലെക്സിബിൾ അല്ല, റിജിഡ് ആയിട്ടുള്ളത്. ഇനി സ്പൈറോഷിറ്റ്സ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്പൈറൽ.
സ്പൈറൽ എന്ന് പറയുന്നത് റിജിഡ് സ്പൈറൽ ആണ്, ആൻഡ് ഈ ഒരു ഷേപ്പ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്പൈറൽ. ആൻഡ് ദെൻ വി ഹാവ് ദി ആക്ടിനോമൈസിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രാഞ്ചിങ് ഫിലമെന്റസ് ബാക്ടീരിയ. അതായത് ഫംഗൈനെ റിസംബിൾ ചെയ്യും. അപ്പം there are branches, filaments, branches of filaments എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. And then we also have mycoplasmas. അപ്പോൾ സെൽ വാൾ ഡെഫിഷ്യന്റ് ബാക്ടീരിയ വിത്ത് വേരിയബിൾ ഷേപ്സ്, അതാണ് മൈക്കോപ്ലാസ്മാസ് എന്ന് പറയുന്നത്. സോ ഡിഫറെന്റ് ഷേപ്സ്. ഈ കോക്കായ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് സ്പെറിക്കൽ ആണ് ഷേപ്പ്. ബാസിലായി റോഡ് ഷേപ്ഡ് ആണ്, ഒരു കമ്പി പോലെ, അതാണ് റോഡ് ഷേപ്ഡ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഷേപ്സ്. അപ്പം മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിൽ വി ലുക്ക്ഡ് അറ്റ് ദ സൈസ് ആൻഡ് വി ലുക്ക്ഡ് അറ്റ് ദ ഷേപ്പ്. ഇനി അതിന്റെ സെല്ലുലാർ അറേഞ്ച്മെന്റ്സ് നമുക്ക് നോക്കാം. സോ ഇഫ് യു ലുക്ക് അറ്റ് കോക്കായ്, അതിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെല്ലുലാർ അറേഞ്ച്മെന്റ്സ് അവിടെ വരുന്നുണ്ട് എന്ന് പറയാം. സോ വി ഹാവ് ഹിയർ ഡിപ്ലോകോക്കായ്. ഇതിന് ഇറ്റ് കംസ് ഇൻ പേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ സെല്ലുലാർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് കംസ് ഇൻ പേഴ്സ്. ഇനി സ്ട്രെപ്റ്റോകോക്കായ്, ഇത് ഒരു ചെയിൻ ആയിട്ടാണ് വരുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ടെട്രാഡ്സ്. ടെട്രാഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 4, ഇത് ഗ്രൂപ്പ്സ് ഓഫ് 4 ആണ്. ആൻഡ് ദെൻ വി ഹാവ് സർക്കിന ക്യൂബോയിഡൽ ഗ്രൂപ്പ്സ് ഓഫ് 8. ഒരു ക്യൂബിന്റെ ഷേപ്പാണ് ഓഫ് 8 എണ്ണം വീതം അതിനകത്ത് ഉണ്ടാവും എന്നുള്ളത്. ആൻഡ് ദെൻ വി ഹാവ് സർക്കിന. then we have staphylococcus, that is clusters ആയിട്ടാണ് അത് അവിടെ വരും. ഓക്കെ, ഇനി ബാസിലൈഡ് നോക്കുകയാണെങ്കിലോ സിംഗിൾ റോഡ്സ് അല്ലെങ്കിൽ ചെയിൻസ് ആയിട്ടാണ് അതിന്റെ ആ ഒരു സെല്ലുലാർ അറേഞ്ച്മെന്റ് അവിടെ വരും. ഓക്കെ, now if you look at the external structure capsules എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് what does it mean? ഈ എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്, സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ആണ്. ദീസ് ആർ ഈദർ ഫൗണ്ട് ഓൺ അല്ലെങ്കിൽ ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഔട്ടർ സർഫസ് ഓഫ് ബാക്ടീരിയൽ സെൽ. ബാക്ടീരിയൽ സെൽസിന്റെ ആ ഒരു ഔട്ടർ സർഫസിന്റെ ഷേപ്പിന്റെ കാര്യമാണ് ശരിക്കും ഈ പറയുന്നത് ആ ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചർ മാറുന്നതനുസരിച്ച് ബാക്ടീരിയ ഇസ് ഏബിൾ ടു ഇന്ററാക്ട് വിത്ത് ദിയർ എൻവയൺമെന്റ്. അതിന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഏബിൾ ടു അഡ്ഹർ ടു സർട്ടൻ സർഫസസ് ആൻഡ് അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസ് അവർക്ക് സർവൈവ് ചെയ്യാനും സാധിക്കും ഈ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് കൊണ്ട്. സോ നമ്മൾ ക്യാപ്സ്യൂൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ക്യാപ്സ്യൂൾ കൊണ്ട് ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. ഈ പ്രൊട്ടക്റ്റീവ് ലെയർ ഇസ് മേഡ് അപ്പ് ഓഫ് ഷുഗേഴ്സ് അല്ലെങ്കിൽ പോളിസാക്കറൈഡ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻസ്. ഇത് ചില ബാക്ടീരിയൽ സെൽസിനെ സറൗണ്ട് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താ പറയേണ്ടത്, ഈ ഒരു ക്യാപ്സ്യൂൾ എങ്ങനെയാണ് ബാക്ടീരിയനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദേ അവോയ്ഡ് ബീങ് എൻഗൾഫ്ഡ് ബൈ ഇമ്മ്യൂൺ സെൽസ്. ഓക്കെ, ഇമ്മ്യൂൺ സെൽസ് അതിനെ നശിപ്പിക്കാതെ രക്ഷിക്കുന്നു എന്നുള്ളത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതിന്റെ എബിലിറ്റി ടു അറ്റാച്ച് ടു സർഫസസ്, ആ ഹോസ്റ്റ് ടിഷ്യൂസിന്റെ സർഫസിൽ അതിനെ അറ്റാച്ച് ചെയ്ത് വെക്കാനായിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ അത് ഈ ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അവോയ്ഡ് ചെയ്ത് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് ഇസ് ബിക്കോസ് ഇറ്റ് ഇസ് ഏബിൾ ടു അവോയ്ഡ് ബിക്കോസ് ഓഫ് ദി ക്യാപ്സ്യൂൾ. ഇനി അടുത്തത് ഫ്ലജല്ല. ഫ്ലജല്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഈ ഫ്ലജല്ല എന്ന് പറയുന്നത് ദേ ആർ വിപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. വിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിപ്പ് എന്ന് പറഞ്ഞാൽ ഇല്ല ചാട്ടവാരം, അതാണ് വിപ്പ് എന്ന് പറയുന്നത്. ചാട്ടവാറല്ലേ അടിക്കാനൊക്കെ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്ലജല്ല എന്ന് പറയുന്നത് വിപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ആൻഡ് ഇതെന്താ ചെയ്യുന്നത്? അത് മൊബിലിറ്റി കൊടുക്കുകയാണ് ബാക്ടീരിയക്ക്. ബാക്ടീരിയ ഇസ് ഏബിൾ ടു മൂവ് ബിക്കോസ് ഓഫ് ദി സ്ട്രക്ചർ. അപ്പോൾ ദേ ആർ ഏബിൾ ടു മൂവ് ടുവേർഡ്സ് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ എൻവയൺമെന്റിലേക്ക് അവർക്ക് നീങ്ങാനായിട്ട് സാധിക്കുന്നത്. ഇനി അതും അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിന്ന് മാറിപ്പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഫ്ലാജില്ല അറേഞ്ച്മെന്റ് അത് സ്പീഷീസ് അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ട് വരാം. ഓക്കെ, ഇറ്റ് മേ വേറി. അപ്പൊ നമ്മളിവിടെ
മോണോട്രിക്കസ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഫ്ലാജല്ലം ആണ് അതിനകത്തുള്ളത്. അതിൻ്റെ എന്താ പറയേണ്ടത് അറ്റ് വൺ എൻഡ് ഒരു എൻഡിൽ ഒരു സിംഗിൾ ഫ്ലജല്ല. അപ്പോൾ സിംഗിൾ ഫ്ലജല്ലയ്ക്ക് ഫ്ലജല്ലം എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ദി ലോപ്പോട്രിക്കസ്. അതാണ് അടുത്ത ഈ കാണുന്നത് ലോപ്പോട്രിക്കസ്. അപ്പോൾ ഒരു ടഫ്റ്റ് ഓഫ് ഫ്ലജല്ല അറ്റ് വൺ എൻഡ് എന്നുള്ളതാണ്. ഒരു ടഫ്റ്റ് ഒരു ടഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ടഫ്റ്റ് എന്ന് പറയുമ്പം ഒരു സ്മോൾ ക്ലസ്റ്റർ അല്ലെങ്കിൽ ഒരു ബണ്ടിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. And then we have the amphitrachus. Amphitrachus എന്ന് പറയുമ്പോൾ ഫ്ലജല്ല അറ്റ് ബോത്ത് എൻഡ്സ്. അതിൻ്റെ രണ്ട് എൻഡിലും ഈ ഫ്ലജല്ല വരുന്നു എന്നുള്ളതാണ്. ആൻഡ് ദെൻ വി ഹാവ് ദി പെരിട്രിക്കസ്. പെരിട്രിക്കസ് എന്ന് പറയുമ്പം ഫ്ലജല്ല ഓൾ ഓവർ, അതിൻ്റെ കംപ്ലീറ്റ് സർഫസിൽ അത് ഉണ്ടാകും. സോ ഈ സ്ട്രക്ചേഴ്സ് ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് അലൗസ് ദ ബാക്ടീരിയ ടു സ്വിം. അതുകൊണ്ടാണ് ഈ കൊലായി ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത്. അതിന് സ്വിം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് പീലി അല്ലെങ്കിൽ ഫിംബ്രേ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അർത്ഥം എന്താ? ദീസ് ആർ ഷോർട്ട് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ്. മുടിനാര് പോലത്തെ സ്ട്രക്ചേഴ്സ് ആണ് ബാക്ടീരിയയുടെ സർഫസിൽ നമുക്ക് കാണുന്നത്. ഇത് എന്തിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? ഒന്ന്, അഡ്ഹെസിന് എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഹോസ്റ്റ് സെൽസിൽ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് ആ ഒരു ബാക്ടീരിയ കോളനൈസ് ചെയ്യുന്നതിനും ഇൻഫെക്ഷൻ പടർത്തുന്നതിനും ഒക്കെ ഈ ഒരു പ്രക്രിയ അതിന് വേണം എന്നുള്ളതാണ്. ആൻഡ് മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഇസ് കോൺജുഗേഷൻ. കോൺജുഗേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പീലിയാണ്, അല്ലെങ്കിൽ സെക്സ് പീലി എന്ന് പറയാം. ഇറ്റ് അലൗസ് ബാക്ടീരിയ ടു ട്രാൻസ്ഫർ ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ സെൽസ് എന്നുള്ളത്. അത് ആണ് എന്താ പറയേണ്ടത്, ഈ ഗൊണേറിയ ഉണ്ടാകുന്നത് മനുഷ്യനിൽ. ആ ഒരു ഡിസീസ് അവിടെ വരുന്നത്. സോ നെയ്സേറിയ ഗൊണേറിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത് ഈ പിലി ഉപയോഗിച്ചാണ് ഹ്യൂമൻ സെൽസിൽ അറ്റാച്ച് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ വി ഹാവ് ഇസ് സ്പോസ്. സ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വളരെ ഹൈലി ഡ്യൂറബിൾ ആയിട്ടുള്ള ഡോമൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ബാക്ടീരിയയുടെ സർഫസിൽ. ആൻഡ് ഇത് ഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് അവോയ്ഡ് ചെയ്യുന്നതിന്. ഹീറ്റ് അവോയ്ഡ് ചെയ്യാൻ കഴിയും, റേഡിയേഷൻ അവോയ്ഡ് ചെയ്യാൻ കഴിയും, ഡെസിക്കേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ സ്പോസ് ആക്ച്വലി ഇറ്റ് അലൗസ് ബാക്ടീരിയ ടു ഹൈബർനേറ്റ്. ബാക്ടീരിയ ആ ഒരു ഹൈബർനേഷനിലേക്ക് അങ്ങ് പോകുന്നു. ബാക്കി എല്ലാ ആക്ടിവിറ്റീസും നിർത്തി വെച്ചിട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് ഹൈബർനേറ്റിംഗ്. അതിൻ്റെ കണ്ടീഷൻസ്, ആ ഒരു എൻവയറമെന്റൽ കണ്ടീഷൻസ് ബെറ്റർ ആകുന്നിടം വരെ. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് ഫേവറബിൾ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ സ്പോസിന് അതിന് തിരിച്ച് വീണ്ടും ജെർമിനേറ്റ് ചെയ്ത് ഒരു ആക്റ്റീവ് ബാക്ടീരിയൽ സെൽ ആയിട്ട് മാറാനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ ബാസിലസ് ആന്ത്രൈസിസ്. ഈ ബാസിലസ് ആന്ത്രൈസിസ് എന്ന് പറയുന്നത് ഈ സ്പോസ് ആയി അത് റിമെയിൻ ചെയ്യും, ഡോമൻ്റ് ആയിട്ട് സോയിലിൽ അത് റിമെയിൻ ചെയ്യും. പക്ഷേ അതിന് ജെർമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെ പിന്നെ കണ്ടീഷൻസ് ഫേവറബിൾ ആകുമ്പം ജെർമിനേറ്റ് ചെയ്ത് ആന്ത്രാക്സ് ഉണ്ടാക്കും. അല്ലേ, ഇത് വെൻ ദേ ആർ ഇൻഹേൽഡ് ഓർ ഇൻജസ്റ്റഡ് എന്നുള്ളത്. അപ്പം ക്യാപ്സ്യൂൾസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് അഡ്ഹറൻസ് ആണ്. അതേപോലെ ഫ്ലജല്ല എന്ന് പറയുന്നത് മൊബിലിറ്റി ആൻഡ് മൂവ്മെന്റ് ആണ്. പിലി എന്ന് പറയുന്നത് അഡ്ഹെഷൻ ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ. സ്പോസ് എന്ന് പറയുന്നത് ഹാർഷ് കണ്ടീഷൻസ് സർവൈവ് ചെയ്യുക എന്നുള്ളത്. അതാണ് അതിന്റെ സ്ട്രക്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കിയാൽ. ഇനി വി ഹാവ് ടു ലുക്ക് അറ്റ് ദ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ എന്താണ് കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഗ്രോത്ത് പാറ്റേൺസ് ഓഫ് ബാക്ടീരിയ. ഇപ്പൊ ബാക്ടീരിയ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുമല്ലോ, ഒരു ലബോറട്ടറി കണ്ടീഷൻസിലൊക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, അതല്ലേ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആ കൾച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇവിടെ ഈ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ഗ്രോത്ത് ഓൺ ഡിഫറെന്റ് മീഡിയം. അപ്പൊ അത് നമ്മൾ ബാക്ടീരിയക്ക് പല തരത്തിലുള്ള ഗ്രോത്ത് അതിന് കാണിക്കാനായിട്ട് കഴിയും. ഒന്ന്, ആ ഒരു ന്യൂട്രിയന്റ് അഗറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രിയന്റ് അഗർ ദാറ്റ് ആക്ച്വലി സപ്പോർട്ട്സ് ദ ഗ്രോത്ത് ഓഫ് നോൺ ഫാസ്റ്റിഡസ് ബാക്ടീരിയ. അപ്പോൾ ഈ ന്യൂട്രിയന്റ് അഗറിനെ കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ അതൊരു ബേസിക് മീഡിയമാണ്. ആൻഡ് എന്താ പറയേണ്ടത്, അത് മിക്കവാറും എല്ലാ ബാക്ടീരിയക്കും ഗ്രോത്തിനുള്ള ന്യൂട്രിയൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മീഡിയം. And it works well for bacteria that do not have special nutrient needs.
ഒരു സ്പെസിഫിക് ന്യൂട്രിയൻസ് ആവശ്യമില്ലാത്ത എല്ലാ ബാക്ടീരിയയ്ക്കും ഇത് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ വീണ്ടും നമുക്ക് പറയാവുന്ന ആ ഒരു കോമൺ ബാക്ടീരിയ ലൈക്ക് ഈ കൊളായി അത് ഇവിടെ കൾച്ചർ ചെയ്ത് എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ആ ഒരു സെലക്റ്റീവ് മീഡിയയുടെ കാര്യം നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഇസ് ദിസ് സെലക്റ്റീവ് മീഡിയ? സെലക്റ്റീവ് മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില ടൈപ്പ് ഓഫ് ബാക്ടീരിയ മാത്രം അതിനകത്ത് വളരും, എന്നാൽ മറ്റ് ചില തരത്തിലുള്ള ബാക്ടീരിയ അതിൽ വളരില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെക്കോണി അഗർ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ദിസ് വൺ മെക്കോൺകി അഗർ. മെക്കോൺകി അഗർ എന്ന് പറയുന്നത് ഇറ്റ് എൻകറേജസ് ദ ഗ്രോത്ത് ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ and it inhibits the growth of gram-positive bacteria. So, what is this gram-negative and gram-positive എന്ന് പറയുന്നത്? അപ്പോൾ ഈ ടേംസ് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ബാക്ടീരിയ എന്താ പറയേണ്ടത്, ബാക്ടീരിയയെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബേസ്ഡ് ഓൺ ഹൗ ദിയർ സെൽ വാൾസ് റിയാക്ട് ടു എ സ്പെഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡ്. അപ്പൊ ആ ഒരു സ്പെഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡിന്റെ പേരാണ് ഗ്രാം സ്റ്റെയിൻ എന്ന് പറയുന്നത്. കാരണം ആ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്ത വ്യക്തിയുടെ പേരാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഗ്രാം എന്നുള്ളത് 1884. അപ്പൊ അവരുടെ സെൽ വാളിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ ഈ ഒരു എന്താ പറയേണ്ടത് ഗ്രാം സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ ആ ഒരു അതാണ് ആ ഒരു ഗ്രാം നെഗറ്റീവ് അല്ലെങ്കിൽ ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാം നെഗറ്റീവും ഉണ്ട്, ഗ്രാം പോസിറ്റീവും ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ഈ ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുന്നത്? സോ ഇറ്റ് ഡിസ്റ്റിംഗ്വിഷസ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ മെറ്റബോളിസം. അപ്പൊ ബാക്ടീരിയകളുടെ ആ ഒരു മെറ്റബോളിസം അനുസരിച്ച് ബാക്ടീരിയനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ബ്ലഡ് അഗർ. ബ്ലഡ് അഗർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ആ ഒരു മീഡിയത്തിൽ ഇറ്റ് ഷോസ് ഇഫ് ബാക്ടീരിയ ക്യാൻ ബ്രേക്ക് ഡൗൺ ബ്ലഡ് സെൽസ് അല്ലേ. And some bacteria will be able to create clear zones. അപ്പൊ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ആണ് ആ ഒരു പ്രോസസ്. ആ ഒരു പ്രോസസ്സിന്റെ പേരാണ് ഹെമോളിസിസ്. ഹെമോളിസിസ് എന്നുള്ള ആ ഒരു പ്രോസസ്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ദാറ്റ്സ് അഗെയിൻ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ന്യൂട്രിയന്റ് അഗർ ശരിക്കും അത് മിക്കവാറും ഉള്ള എല്ലാ ബാക്ടീരിയനെയും വളർത്താനായിട്ട് അല്ലെങ്കിൽ കൾച്ചർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു മീഡിയമാണത്. ആൻഡ് സെലക്റ്റീവ് മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചില സ്പെസിഫിക് ബാക്ടീരിയനെ അവിടെ വളർത്തും, ചില ബാക്ടീരിയയുടെ വളർത്താനായിട്ട് അവിടെ അനുവദിക്കില്ല. ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഡിഫറൻസ് ഇൻ ദ ബാക്ടീരിയ അവരുടെ ആ ഒരു റിയാക്ഷൻസിൽ എങ്ങനെയാണ് ആ ഒരു മീഡിയത്തോട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ഒരു ഡിഫറൻഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ, അടുത്തത് നമുക്ക് കോളനി മോർഫോളജിയാണ് നമുക്ക് അതിനകത്ത് നോക്കാനുള്ളത്. So let's discuss what the colony morphology is all about. So what is colony morphology എന്ന് പറയുന്നത്? അപ്പം കോളനി മോർഫോളജി എന്ന് പറയുന്നത് ആ വിസിബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബാക്ടീരിയൽ കോളനീസ് ഉണ്ടാകുമ്പോഴത്തേക്ക്. പ്രത്യേകിച്ചും ഒരു എന്താ പറയേണ്ടത് ഒരു അഗർ പോലെയുള്ള ഒരു സോളിഡ് മീഡിയത്തിൽ വളർന്ന സമയത്ത് അതിന്റെ വിസിബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കോളനി മോർഫോളജി. അപ്പൊ ഈ മോർഫോളജിക്കൽ ട്രെയ്റ്റ്സ് ശരിക്കും ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ എപ്പിയറൻസ് ബേസ് ചെയ്തുകൊണ്ട്. അപ്പൊ അതിന്റെ കീ ഫീച്ചേഴ്സ് എന്താണ്? ഒന്ന് സൈസ്. സൈസ് നമ്മളിവിടെ പറയുന്നത് പിൻ പോയിന്റ് ആകാം, സ്മോൾ ആകാം, ലാർജ് ആകാം എന്ന് പറയും. അപ്പൊ വേരിയസ് സൈസസ് ഈ കോളനിക്ക് ഉണ്ടാകാം ഡിപ്പെൻഡിങ് ഓൺ അത് ഏത് സ്പീഷീസ് ആണ് ആൻഡ് അതിന്റെ ഗ്രോത്ത് കണ്ടീഷൻസ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ പിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ടൈനി ആയിട്ടുള്ള കോളനീസ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്മോൾ അല്ലെങ്കിൽ ലാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു സൈസ് ആയിട്ട് വരും അത്. ഇനി ഷേപ്പിന്റെ കാര്യം പറഞ്ഞാൽ സർക്കുലർ വരാം, ഇറഗുലർ വരാം, ഫിലമെന്റസ് ഷേപ്പ് വരാം. അപ്പൊ ഇത് ആ ഒരു കോളനിയുടെ ഔട്ട്ലൈൻ ആണ് ശരിക്കും അവിടെ പറയുന്നത്. സർക്കിൾ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി റൗണ്ട് ആയിട്ടുള്ള കോളനീസ് ആയിരിക്കാം. ഇറഗുലർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അൺഈവൻ യൂണിഫോം അല്ലാത്ത ഒരു ഷേപ്പ് ആകാം. ഫിലമെന്റസ് എന്ന് പറയുമ്പോഴത്തേക്ക് കോളനിക്ക് ത്രെഡ്സ് പുറത്തോട്ട് നിൽക്കുന്നത് പോലെയുള്ള എക്സ്റ്റൻഷൻസ് ആ കോളനിക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് എഡ്ജ് അല്ലെങ്കിൽ അതിന്റെ മാർജിൻ എന്ന് നമ്മൾ പറയുന്ന ആ കോളനിയുടെ എഡ്ജ് എങ്ങനെ വരും? അത് സ്മൂത്ത് ആകാം, വേവി ആകാം, അല്ലെങ്കിൽ ലൊബേറ്റ് ആയിട്ട് വരാം. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കോളനി നമ്മൾ അതിന്റെ ഒരു ബ്രോഡർ ഷേപ്പ് എങ്ങനെ വരും എന്നുള്ളതാണ്.
സ്മൂത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് റെഗുലർ ആയിട്ടുള്ള ഈവൻ എഡ്ജസ് ആണ്. വേവി എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ ജെന്റ്ലി കർവിംഗ് ബോർഡേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലൊബേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എഡ്ജസ് വിത്ത് ലോബ്സ് അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് ഉള്ള എഡ്ജസ് എന്നാണ്. ഇനി അതിന്റെ എലിവേഷന്റെ കാര്യം നമ്മൾ നോക്കിയാൽ ഒന്നുകിൽ ഫ്ലാറ്റ് ആകാം, അല്ലെങ്കിൽ റേസ്ഡ് ആകാം, അല്ലെങ്കിൽ കോൺവെക്സ് ആകാം. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ആ ഒരു കോളനി, ആ ഒരു സർഫസ്, അഗറിന്റെ സർഫസിൽ നിന്ന് എങ്ങനെ പൊങ്ങി നിൽക്കും എന്നുള്ളതാണ് ഇവിടെ ഈ പറയുന്നത്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലെവൽ വിത്ത് ദ സർഫസ്, ആ ഒരു അഗർ സർഫസിന് ലെവലായിട്ട് നിൽക്കും. റേസ്ഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സർഫസിനേക്കാളും കുറച്ച് പൊങ്ങി നിൽക്കും എന്നുള്ളതാണ് റേസ്ഡ് എന്ന് പറയുന്നത്. ഇനി കോൺവെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡോം ഷേപ്ഡ് ആയിരിക്കും. ചിലപ്പം ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ എങ്ങനെയായിരിക്കും നിൽക്കുന്നത് അതേപോലെ. ഇനി ടെക്സ്ചർ എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി ഇതർ മ്യൂക്കോയിഡ് ഓർ ഡ്രൈ ഓർ ബ്രിട്ടിൽ. അപ്പൊ ടെക്സ്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഹൗ ദ കോളനി ഫീൽസ് ഇൻ ടേംസ്, അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എങ്ങനെ അത് ഫീൽ ചെയ്യുന്നു എന്നുള്ള. മ്യൂക്കോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ലൈമി ആകാം, അല്ലെങ്കിൽ അത് സ്റ്റിക്കി ആകും എന്നുള്ളത്. ഡ്രൈ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ക്രംബിൾ ആയി പോകത്തക്ക രീതിയിൽ അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള ഒരു കോളനി എന്ന് പറയാം. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ തൊട്ടാൽ അപ്പോഴേ തന്നെ പൊട്ടിപ്പോകുന്നതിനെയാണ് ബ്രിട്ടിൽ എന്ന് പറയുന്നത്. ഇനി വി ഓൾസോ ഹാവ് ദ കളർ. അപ്പൊ കളർ ഇവിടെ പിഗ്മെന്റഡ് കോളനീസ് ഒന്നുകിൽ പിഗ്മെന്റഡ് ആകാം, അല്ലെങ്കിൽ നോൺ പിഗ്മെന്റഡ് ആകാം. പിഗ്മെന്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ചില ബാക്ടീരിയ കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഈ ഈ ഈ ഒരു ബാക്ടീരിയ ഉണ്ടല്ലോ, ദിസ് പ്രൊഡ്യൂസസ് യെല്ലോ കളർ, മൈക്രോകോക്കസ് ല്യൂട്ടസ്, യെല്ലോ കളർ. ഇനി നോൺ പിഗ്മെന്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വൈറ്റ് ആകാം, ട്രാൻസ്പെറന്റ് ആകാം, അല്ലെങ്കിൽ ഗ്രേ ആകാം എന്നുള്ളതാണ്. ഇനി ഈ ഒരു കോളനി മോർഫോളജി എങ്ങനെയാണ് ശരിക്കും ഉപയോഗിക്കുന്നത്? ഒരു ലാബ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ അഗർ പ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ട് സയന്റിസ്റ്റ് ഇതിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ അനുസരിച്ച്, അതായത് അതിന്റെ സൈസ്, അതിന്റെ ഷേപ്പ്, അതിന്റെ കളർ, അതിന്റെ മറ്റ് വിസിബിൾ ആയിട്ടുള്ള ട്രെയ്റ്റ്സ് എല്ലാം കൂടെ എടുത്തിട്ടാണ് എന്താ പറയേണ്ടത്, സയന്റിസ്റ്റ് വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ അല്ലെങ്കിൽ നാരോ ഡൗൺ ഓൺ വാട്ട് സ്പീഷീസ് ഓഫ് ബാക്ടീരിയ ദിസ് ഇസ് എന്നുള്ളത്. ഓക്കെ. ആൻഡ് പിന്നെ വരുന്നത് അതിന്റെ ഓക്സിജൻ റിക്വയർമെന്റ് ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഓക്സിജൻ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇറ്റ്? ബാക്ടീരിയ മസ്റ്റ് ഹാവ് ഓക്സിജൻ ടു സർവൈവ് എന്നുള്ളതാണ് ഓക്സിജൻ റിക്വയർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർ ഓക്സിജൻ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അത് എയറോബിക് റെസ്പിറേഷനിലൂടെ. അപ്പോൾ മയോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ഉണ്ടാക്കുന്ന ആ ഒരു ബാക്ടീരിയ അത് ഓക്സിജൻ റിച്ച് ഏരിയയിലാണ് ത്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ലങ്സിനെ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഒബ്ലിഗേറ്റ് എയറോബ്സ് എന്ന് പറയുന്നത് ദേ റിക്വയർ ഓക്സിജൻ. ഒബ്ലിഗേറ്റ്. അപ്പൊ ഈ ബാക്ടീരിയക്ക് ഓക്സിജൻ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ കഴിയില്ല. ഒബ്ലിഗേറ്റ് അനറോബ്സ് ആണ്. അത് ഒബ്ലിഗേറ്റ് എയറോബ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ മസ്റ്റ് ഹാവ് ഓക്സിജൻ ടു സർവൈവ്. അതാണ് ഒബ്ലിഗേറ്റ് എയറോബ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഒബ്ലിഗേറ്റ് അനറോബ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ കനോട്ട് സർവൈവ് ഇൻ ഓക്സിജൻ, ദേ ഗ്രോ വിത്തൗട്ട് ഓക്സിജൻ. ഓക്കെ. അപ്പൊ ഓക്സിജൻ അവർക്ക് ടോക്സിക് ആണ് എന്നുള്ളതാണ്. അപ്പൊ അവർ അനറോബിക് റെസ്പിറേഷനിലാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫെർമെന്റേഷനിൽ ഡിപ്പെൻഡ് ചെയ്യും ഫോർ എനർജി എന്നുള്ളത്. ആൻഡ് ദെൻ വി ഹാവ് ദി ഫാക്യുലേറ്റീവ് അനറോബ്സ്, ദേ ഗ്രോ വിത്ത് ഓർ വിത്തൗട്ട് ഓക്സിജൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു 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 ബാക്ടീരിയ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർ ഓക്സിജൻ പ്രിഫർ ചെയ്യും ഇഫ് ഇറ്റ് ഇസ് അവൈലബിൾ. പക്ഷേ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു ഫെർമെന്റേഷൻ പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു അനറോബിക് റെസ്പിറേഷനിലോട്ട് അവർക്ക് മാറാനായിട്ട് സാധിക്കും. എന്താ പറയേണ്ടത്, ഓക്സിജൻ ഇല്ല എങ്കിൽ. ഈ കോലായി എന്ന് പറയുന്ന ഒരു കോമൺ ഗട്ടിലെ ബാക്ടീരിയ ആണ് അല്ലേ. പക്ഷേ ഇറ്റ് ഗ്രോസ് വെൽ ഇൻ ബോത്ത് ഓക്സിജൻ റിച്ച് ആൻഡ് ഓക്സിജൻ ഇല്ലാത്ത, ഓക്സിജൻ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലും അവർക്ക് വളരാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ വി ഹാവ് ദി മൈക്രോ എയറോഫിലിസ്. അപ്പൊ ഇത് എന്താണ്? ഈ ബാക്ടീരിയ ദേ നീഡ് ഓക്സിജൻ ടു സർവൈവ് ബട്ട് ഓൺലി ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. ഹൈ ഓക്സിജൻ ലെവൽസ് വരുമ്പോഴത്തേക്ക് അത് എന്താ പറയേണ്ടത്, നെഗറ്റീവായിട്ട് ബാധിക്കും, അതിന്റെ വളർച്ചയെ ബാധിക്കും എന്നുള്ളതാണ്. ഹെലിക്കോബാക്ടർ പൈലോറി അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സ്റ്റമക്കിൽ അൾസേഴ്സ് കോസ് ചെയ്യുന്നത്.
അപ്പോൾ ഒരു ലോ ഓക്സിജൻ എൻവയൺമെന്റിൽ അത് ജീവിക്കും. അപ്പോൾ സ്റ്റമക്കിന്റെ ആ ഒരു ലൈനിങ്ങിൽ ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അല്ലേ. സോ അതാണ് അതിന്റെ ആ ഒരു ഓക്സിജൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇനി ഗ്രോത്ത് ഇൻ ബ്രോത്ത്. ഈ ബ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ബ്രോത്ത് കഞ്ഞിവെള്ളം എന്ന് പറയുന്നതും ഒരു ബ്രോത്ത്. ഓക്കെ, അപ്പോൾ അതൊരു നാച്ചുറൽ ബ്രോത്ത്, ഒരു 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 സയന്റിഫിക് കണ്ടീഷൻസിൽ അത് നമ്മൾ ഉപയോഗിക്കില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു വേർഡ് മനസ്സിലാകുന്നതിന് വേണ്ടി. അപ്പം ബ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ജസ്റ്റ് ഒരു ലിക്വിഡ് മീഡിയം ദാറ്റ് ഇസ് പ്രിപ്പയർഡ് ഇൻ ദ ലാബ് ഈ ബാക്ടീരിയൽ കൾച്ചറിന് വേണ്ടി. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ദ ഫസ്റ്റ് തിങ് ഇസ് ടർബിഡിറ്റി. ടർബിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിഫോം ക്ലൗഡിനെസ് അല്ലേ. കഞ്ഞിവെള്ളം ഒരു ക്ലൗഡി ലുക്കാണ് അല്ലേ. അപ്പോ ദ ലിക്വിഡ് അപ്പിയേഴ്സ് ക്ലൗഡി അല്ലെങ്കിൽ യൂണിഫോംലി ഹേസി ആയിരിക്കും. മീൻസ് ക്ലിയർ അല്ല എന്നുള്ളതാണ്. കാരണം ബാക്ടീരിയ ആ ഒരു മീഡിയത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്പേഴ്സ്ഡ് ആണ്. അതുകൊണ്ടാണ് അതൊരു ക്ലൗഡി അപ്പിയറൻസ് അവിടെ വരുന്നത്. അതിനെയാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ യൂണിഫോം ആയിട്ട് എല്ലായിടത്തും അത് അങ്ങ് ഡിസ്പേഴ്സ്ഡ് ആയി. അപ്പൊ ബാക്ടീരിയ ഫുള്ളി അതിനകത്ത് ഒരു ഏരിയയിൽ മാത്രമല്ല, കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ബാക്ടീരിയ ഈവൻലി ഗ്രോ ചെയ്യുകയാണ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരേപോലെ വളരുന്നു എല്ലാ സ്ഥലത്തും ആ ഒരു ലിക്വിഡ്, ആ ഒരു ബ്രോത്തില്. ഓക്കെ, ആൻഡ് ദേ റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദ ബ്രോത്ത്. സസ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ അതിൽ മുങ്ങി നിൽക്കും. അതുകൊണ്ടാണ് ആ ബ്രോത്ത് തന്നെ ക്ലൗഡി ആയിട്ട് മാറുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ഈ കോലായി തന്നെയാണ്. ഈ കോലായി ഈ ഒരു ടർബിഡിറ്റി കാണിക്കും എന്നുള്ളത്. ഇനി പെല്ലിക്കൽ ഫോർമേഷൻ. പെല്ലിക്കൽ ഫോർമേഷന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു മെംബ്രെയിൻ പോലത്തെ ഒരു ലെയർ ഓഫ് ബാക്ടീരിയൽ ഗ്രോത്ത് ആണ് ഇവിടെ കാണുന്നത്. പക്ഷെ അത് ആ ഒരു ലിക്വിഡിന്റെ സർഫസിലായിരിക്കും. നമ്മൾ ടർബിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലിക്വിഡിന്റെ ഉള്ളിൽ പടർന്നു കിടക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ പെല്ലിക്കൽ ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു മെംബ്രെയിൻ പോലെ, പക്ഷെ അത് ആ ലിക്വിഡിന്റെ സർഫസിൽ നിൽക്കും. ഇതെന്തുകൊണ്ടാണ്? ഈ ഒരു ബാക്ടീരിയ ഓക്സിജനിലാണ് ത്രൈവ് ചെയ്യുന്നത്. എയറോബ്സ് ആണ് അവര്. They grow and collect at the surface where oxygen is mostly available. Mycobacterium tuberculosis ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതൊരു ഒബ്ലിഗേറ്റ് എയറോബ് ആണ്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് സെഡിമെന്റേഷൻ. സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രോത്ത് സെറ്റിൽസ് അറ്റ് ദ ബോട്ടം. അതങ്ങ് മുങ്ങി താഴോട്ട് അങ്ങ് പോകുന്നു എന്നുള്ളതാണ്. അപ്പം ബാക്ടീരിയൽ സെൽസ് ദേ സെറ്റിൽ ആൻഡ് അക്യുമുലേറ്റ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ബ്രോത്ത്. ആ ഒരു ബ്രോത്തിന്റെ താഴെ, മുകളിലല്ല, സർഫസിലല്ല, അതിൽ മിക്സ് ആയി കിടക്കുകയല്ല, അതങ്ങ് താഴോട്ട് പോകും എന്നുള്ളത്. അപ്പൊ ഇവിടെ ഒന്നുകിൽ ഈ ബാക്ടീരിയ നോൺ മോട്ടൈൽ ആണ്, അല്ലെങ്കിൽ അത് ഓക്സിജൻ ഇല്ലാതെ വളരുന്ന ടൈപ്പ് ഓഫ് ബാക്ടീരിയ. ക്ലോസ്ട്രീഡിയം ബോട്ടുലീനിയം അത് ഒരു ഒബ്ലിഗേറ്റ് അനറോബ് ആണ്. ഇറ്റ് ഷോസ് സെഡിമെന്റേഷൻ. ഓക്കെ, അപ്പോ ഈ ഒരു ക്ലൗഡിനെസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ടർബിഡിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ സർഫസ് ലെയർ ആണെങ്കിൽ അതിന്റെ അർത്ഥം പെല്ലിക്കൽ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ബോട്ടത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സെഡിമെന്റേഷൻ എന്നുള്ളതാണ്. ഈ ഗ്രോത്ത് പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഗിവ്സ് വെരി ക്ലിയർ ക്ലൂസ് അബൌട്ട് ദ ബാക്ടീരിയാസ് ഓക്സിജൻ റിക്വയർമെന്റ് ആൻഡ് അതിന്റെ മൊബിലിറ്റി. അപ്പം മൈക്രോബയോളജിസ്റ്റിന് ഒത്തിരി അധികം അതിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണിത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഒരു ടോപ്പിക്കും കൂടി കൊണ്ട് നോക്കാനായിട്ട്, ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ബാക്ടീരിയ. ഇത് നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യും. So thank you very much for watching this part and you have a great day ahead. Thank you.